ചില സിനിമകളുണ്ടാവും, നമ്മൾ ഒരു വട്ടം ആ സിനിമ കണ്ടിട്ടുണ്ടാവും, നമുക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയുമായിരിക്കും അത്. പക്ഷേ പിന്നീട് ആ സിനിമ രണ്ടാമത് കാണുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. പക്ഷേ ആ ഒരൊറ്റ തവണ ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളൂ, പിന്നീട് ഈ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ നമുക്ക് ആ സമയത്ത് സമ്മാനിച്ചിട്ടുള്ള ഒരു പെയിനുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവരുടെ വിരഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ് അഴലിൻ്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. അത് ഒത്തിരി വട്ടം നമ്മളിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത്. ഞാൻ റേഡിയോയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഈ സിനിമയിലെ പാട്ടുകൾ വന്നതിന് ശേഷം അത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു പാട്ട് തുള്ളിമഞ്ഞിനുള്ളിൽ എന്ന് തുടങ്ങുന്ന ഒരു ട്രാക്കാണ്. നജീം അർഷാദും ഗായത്രി അശോകനും ചേർന്നാണ് പാടിയിട്ടുള്ളത്. സിനിമ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മ്യൂസിക് ബിറ്റ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. എന്തൊരു സുഖമാണെന്നറിയോ, എന്തൊരു സന്തോഷവും സമാധാനവും കിട്ടുമെന്നറിയോ ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. 2012 ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് 22 വയസ്സാണ് പ്രായം. 2025 എത്തുമ്പോൾ എനിക്ക് 35 വയസ്സാവാറായി. ആ ഒരു കാലയളവിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള, ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ സിനിമയെ വേറൊരു തലത്തിൽ നോക്കിക്കാണാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. തീർച്ചയായും ബോബി സഞ്ജയ് സിനിമകളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആദ്യ കാഴ്ചയിൽ ഒരു പക്ഷേ നമുക്ക് ഗംഭീരമായിട്ട് അനുഭവപ്പെടും, യാതൊരു കുഴപ്പങ്ങളും ഫീൽ ചെയ്യില്ല. പക്ഷേ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നും. കാണെ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയും എക്സ്പ്ലനേഷൻ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ, ഇത് അന്ന് കാണുമ്പോൾ എനിക്കിതിനകത്തൊന്നും പറയാനില്ല. ഗംഭീര സിനിമയാണ്, ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ആ അഭിപ്രായത്തിനൊന്നും മാറ്റില്ല കേട്ടോ. അതായത് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി, അതിൻ്റെ വിഷ്വലൈസേഷൻ, അതിൻ്റെ ഒരു മ്യൂസിക് സൈഡ്, പെർഫോമൻസുകൾ, പൃഥ്വിരാജിൻ്റെയൊക്കെ കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന പ്രതാപ് പോത്തൻ ഇങ്ങനെ എന്താ പറയുക, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കളയുന്ന എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രകടനം മുന്നോട്ട് വെച്ച കുറേ ഗംഭീര പ്രകടനങ്ങൾ വേറെ മാർക്ക് ചെയ്യാനുള്ള 2012 ഈ സിനിമ കാണുമ്പോൾ ഇവരുടെ പേരെന്തായിരിക്കും എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പല അഭിനേതാക്കളും പിന്നീട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷേ അതിഗംഭീര പ്രകടനങ്ങൾ കൊണ്ട്, അതിമനോഹരമായ വിഷ്വലും സൗണ്ടും ഒക്കെ കൊണ്ട് ഒരു നല്ല സിനിമ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളോട് കടുത്ത വിയോജിപ്പെന്ന് മാത്രമല്ല, ആ ഒരു ഒറ്റ പരിപാടിക്ക് വേണ്ടി മാത്രം സിനിമ കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആക്കി കളഞ്ഞു എന്നും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബോബി സഞ്ജയ് തിരക്കഥയൊരുക്കി, ലാൽ ജോസ് സംവിധാനം നിർവഹിച്ച്, പ്രേം പ്രകാശ് നിർമ്മിച്ച്, പൃഥ്വിരാജ്, പ്രതാപ് പോത്തൻ, സംവൃത, നരേൻ, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയൊരു വലിയ താരനിരയുമായി വന്ന സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. വളരെ സെൽഫിഷായ, യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ നടന്നിരുന്ന ഒരു പയ്യൻ തൻ്റെ മുന്നിൽ വരുന്ന രോഗിയെ, അവരുടെ ജീവനെ ഏറ്റവും വലിയ പ്രയോറിറ്റിയായി കാണുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ആ ഒരു ജീവിതയാത്ര നമ്മുടെ മുന്നിൽ കാണിക്കുന്ന സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ കരിയർ, അയാളുടെ പ്രണയം, അതിലെ തകർച്ച, ജീവിതത്തിൽ അയാൾക്കൊരു വിഷൻ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് 2012 പുറത്തിറങ്ങി ഈ സിനിമ സ്വന്തമാക്കുന്നത്. വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളൊരുക്കി ഔസേപ്പച്ചൻ സംഗീതം നിർവഹിച്ചിട്ടുള്ള ഈ സിനിമയിലെ പാട്ടുകളെ ഞാനിനി പൊക്കി പറയാമെന്ന് പറയുന്നത്, ഇടയിൽ നമുക്കൊക്കെ ഇതറിയാം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന പാട്ടുകളൊക്കെ തന്നെ എന്നുള്ളൊരു മറുപടി ആയിരിക്കും നിങ്ങളിലുണ്ടാക്കുക. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതിഗംഭീരമായ പാട്ടുകളാണ് ഈ സിനിമയിലുള്ളതെല്ലാം. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നഗരത്തിലെ ഒരു ആശുപത്രിയാണ്. ആശുപത്രിയിലേക്ക് സ്വന്തം മകളുമായി ഓടി വരുന്ന അച്ഛനും അമ്മയും. അവരൊരു ഓട്ടോറിക്ഷയിലാണ് വന്നിറങ്ങുന്നത്. അതിൽ ആ അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനേത്രിയെ അന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇന്നറിയാം. സുരഭി ലക്ഷ്മി ആ സിനിമ ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്ര പ്രായം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ഓൾമോസ്റ്റ് 26 വയസ്സെടുത്ത് പ്രായം ഉണ്ടാവും അവർ ആ വേഷം ചെയ്യുമ്പോൾ. പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിലും സിനിമ അവസാനിക്കുന്നതും സുരഭി ലക്ഷ്മിയിലാണ്. സുരഭി ലക്ഷ്മി ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു ഡെപ്ത്, അവരുടെ എക്സ്പ്രഷൻ, സിനിമയിൽ അവർ നാടകത്തിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. പക്ഷേ സിനിമയുടെ ഒരു സ്കെയിലിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യം അവരുടെ 26ാമത്തെ വയസ്സിൽ അവരത് ആ ചെയ്തു വെച്ചിരിക്കുന്നത്, അന്ന് എനിക്കിതൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ കുറ്റബോധം തോന്നി പോകുന്നുണ്ട്. അത്രമേൽ ഗംഭീരമായിട്ടാണ് അവർ ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ സിനിമയുടെ തുടക്കത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന രവി തരകൻ എന്ന് പറയുന്ന ഡോക്ടർ ചെയ്യുന്ന ഒരു കടുങ്കൈ, അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു തീരുമാനം, അതിലേക്ക് അയാളെ ഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒരു വട്ടം കൂടി സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ മകളെ രക്ഷിക്കണം എന്ന ആ അമ്മ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് നമ്മൾക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ തോന്നിപ്പോകുന്ന
അത്രയും ഗംഭീരമായി സുരഭി ലക്ഷ്മി ആ ക്യാരക്ടറിനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എനിവേ, ആ കൊണ്ടുവരുന്ന കുഞ്ഞിന് ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട്. ഒരു ഓപ്പറേഷൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ട് കുറേ കാലമായി. പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛന് ഓപ്പറേഷൻ നിർവഹിക്കാൻ വലിയ താല്പര്യമില്ല. കാരണം പുള്ളിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ പേടിയാണ്. ആ സമയം കൊണ്ട് അയാളൊരു പ്രമുഖ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ വരുന്നു. അപ്പോൾ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു ഡോക്ടർ ഒരു പ്രൊസീജിയറിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ വാക്കേറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മുടെ കേരളത്തിലുടനീളം സംഭവിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രോഗികളോ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഡോക്ടർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളൊന്നുമല്ല, വെറുതെ വഴിയെ പോകണവും വരെ അനാവശ്യമായി ഇമോഷണലായി കാര്യങ്ങളെ ഡീൽ ചെയ്യുകയും പിന്നീട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം മനസ്സിലാക്കുന്ന ഡോക്ടർ രവി തരകൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയും തൻ്റെ റൂമിലേക്ക് വിളിച്ചിട്ട് ഓപ്പറേഷനാണ് പ്രതിവിധി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓപ്പറേഷൻ പൂർണ്ണമായും വിജയിക്കും എന്ന് ഉറപ്പ് പറയാനും പറ്റില്ല. അച്ഛനെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ഡോക്ടർ മാറ്റി നിർത്തുന്ന സമയത്ത് സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ രവി തരകനോട് പറയുന്നുണ്ട്. അത് നമ്മൾ ക്ലൈമാക്സ് ആകുമ്പോഴാണ് നമ്മുടെ മുന്നിൽ അത് റിവീൽ ചെയ്യുക. പക്ഷേ അത് അണ്ടർസ്റ്റുണ്ടാണ്. ആ സിനിമ കാണുമ്പോഴും അന്നും ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു അമ്മ എന്തായാലും എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം സാറേ എന്ന് പറയാനാണ് സാധ്യത. എന്തായാലും ആ വാക്ക് കേട്ടിട്ട് രവി തരകൻ ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നു. പക്ഷേ ആ കുഞ്ഞ് ഓപ്പറേഷനിടയിൽ മരണപ്പെടുകയാണ്. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും രവി തരകന് അവിടെ നിന്ന് ഈ പേഷ്യൻസിൻ്റെ ആളുകളോടൊക്കെ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിലും അവിടെ നിന്നാലുള്ള അപകടം മനസ്സിലാക്കി അയാളോട് അവിടെ നിന്ന് മാറണം എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അയാൾക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അതും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ട് വരുന്നത് സാമുവൽ ഡോക്ടർ മരിച്ചു എന്നുള്ളതാണ്. മൂന്നാറിലെ റിഡംഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് സാമുവൽ ഡോക്ടർ രവി തരകനെ സംബന്ധിച്ച് ഒരു സീനിയർ ഡോക്ടർ മാത്രമല്ല, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ്. അച്ഛനെ പോലെ കണ്ട് സ്നേഹിച്ച ഒരാളാണ്. ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള, രക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കടപ്പാടുകൾ സാമുവൽ എന്ന് പറയുന്ന ഡോക്ടറിനോടുണ്ട്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് അവർ മാറി നിൽക്കാൻ പറയുന്നു. അപ്പോൾ സാമുവൽ ഡോക്ടർ മരിച്ചു എന്നുകൂടി അറിയുമ്പോൾ അങ്ങോട്ടേക്ക് രവി തരകൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. പക്ഷേ അയാളെ ഫോളോ ചെയ്തു പോകുന്ന ബൈക്ക് ഓടിച്ചു വരുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വണ്ടി ആക്സിഡൻ്റ് ആവുകയും രവി തരകനെയും വാഹനത്തെയും അവിടെ ഉപേക്ഷിച്ച് ഫോളോ ചെയ്തു വന്നവർ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയെ പുകഴ്ത്തി പറയുന്ന സമയത്ത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലാത്തൊരു പേരാണ് രഞ്ജൻ എബ്രഹാം. ഈ സിനിമയുടെ എഡിറ്ററാണ് അദ്ദേഹം. സിനിമ നമ്മൾ കാണുന്നത് പല കാലഘട്ടങ്ങളിൽ, 2-3 കാലഘട്ടങ്ങളിൽ, രവി തരകൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കാലഘട്ടങ്ങളിലൂടെയും സിനിമ മുന്നോട്ടും പിന്നോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വളർച്ച നമുക്ക് നമ്മുടെ മുന്നിൽ കാണുകയും വേണം. എന്നാൽ അതേസമയം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാലഘട്ടം മാറി വരുമ്പോൾ പ്രേക്ഷകനോട് ഇത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും കൃത്യമായ ട്രാൻസിഷൻസ് ഉപയോഗിക്കുക എന്നുള്ളത്, ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്തയിലേക്ക് പോകുമ്പോഴുള്ള ട്രാൻസിഷൻസ് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് എഡിറ്ററിൻ്റെ മികവ് തന്നെയാണ്. അയാൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ എഫക്റ്റുകളൊക്കെ ഉണ്ട്. കാലഘട്ടത്തിന് കോളേജിൽ നിന്ന് അയാളുടെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ, പോലീസ് അന്വേഷണത്തിലേക്ക് വരുമ്പോൾ, സുഹൃത്തുക്കളിലേക്ക് വരുമ്പോൾ, ഈ സിനിമയുടെ പേര് അയാളും ഞാനും തമ്മിൽ എന്നാണ്. ആ അയാളും ഞാനും തമ്മിൽ എന്നുള്ളത് ഞാൻ പല അർത്ഥത്തിൽ വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി നോക്കി. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ രവി തരകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നു. ഒരു പ്രസൻറ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 2000-2010 സമയത്ത് നടക്കുന്ന സംഭവം തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം സൈനുവും ഡോക്ടർ തരകനും സുഹൃത്തുക്കളൊക്കെ കൂടി സിനിമയ്ക്ക് പോകുന്നത് 93 ഇറങ്ങിയ മണിച്ചിത്രത്താഴ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം അവർ ഡോക്ടറായി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാകും. സിനിമ ഇറങ്ങുന്നതിനും ചിലപ്പോൾ ഒരു 5-6 വർഷം മുമ്പ് എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് അവിടെ വളരെ രസകരമായി പോകുന്ന ചില ഇമോഷണൽ സാധനങ്ങളിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് ആശങ്കകളുണ്ട്, ടെൻഷനുണ്ട്. ഇതിനെയും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എഡിറ്ററിൻ്റെ ഒരു വലിയ മികവാണ്. പേരിലേക്ക് വരുമ്പോൾ രവി തരകൻ്റെ ഈ പ്രസൻറ്റ് ആ ഒരു സമയത്തുള്ള ഈ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. പക്ഷേ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും, അയാൾ എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നത്തിൽ എത്തപ്പെട്ടു, അയാൾ എങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ തേടിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും രവി തരകനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിലൂടെയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നരേൻ്റെ ക്യാരക്ടറിനെയാണ്. നരേൻ്റെ ക്യാരക്ടർ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള രവി തരകനെ ഓർക്കുന്നു. അപ്പോൾ അയാളുടെ ആ ഒരു സമയവും ചെറിയൊരു പ്രണയം പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് റിമാക്കലിങ്ങിൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ അവസാനം ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അവരുടെ ഓർമ്മകളിലൂടെ രവി തരകനെ വരച്ച് കാണിക്കുന്നുണ്ട്. അതും കോളേജിലെ മെമ്മറീസും ഒക്കെ ചേരുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന രമ്യ നമ്പീശൻ്റെ കഥാപാത്രത്തിലേക്ക് എത്തുകയും പിന്നീട് രമ്യ നമ്പീശനാണ് ഈ ബാക്കിയുള്ള ഭാഗം പൂരിപ്പിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ രവി തരകൻ എന്ന് പറയുന്ന ഡോക്ടറും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ് ദൃക്സാക്ഷികളായ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അയാൾ ആരാണ് എന്ന് നമുക്ക് വരച്ചു തരികയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രയോഗം പോലെ നമുക്കിതിനെ കാണാം. അയാളും ഞാനും തമ്മിൽ, രവി തരകനും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ ഓരോ ആൾക്കാരും പറയാണ്.
എന്നാൽ അതേസമയം നമുക്കിതിനെ രവി തരകൻ തന്നെ അയാളോട് സംസാരിക്കുന്നത് പോലെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ അവിടെ ആദ്യം വന്നിരുന്ന അല്ലെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ 2 വർഷത്തിനിടയിൽ വന്നിരുന്ന രവി തരകനല്ല ഏറ്റവും അവസാനം വന്നിരിക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻറ്റേർണലി അയാളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനായിട്ടും നമുക്ക് ഈ അയാളും ഞാനും തമ്മിൽ എന്നുള്ള പേര് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വിവിധ ആളുകളുടെ കാഴ്ചകളിലൂടെ കാഴ്ചപ്പാടുകളിലൂടെ രവി തരകനെ അവതരിപ്പിക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റം വരുമ്പോൾ അവിടെ ഈ കൊടുത്തിരിക്കുന്ന ട്രാൻസിഷൻ എഫക്ട്സ്, സൗണ്ടിന് യൂസ് ചെയ്തിരിക്കുന്നത്, എഡിറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നന്നായി വളരെ കൃത്യമായി ബ്ലെൻഡായി വരുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ജോമോട്ടി ജോണിൻ്റെ ക്യാമറയും എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മൂന്നാറിലേക്ക് കഥ കടക്കുമ്പോൾ അവിടെയുള്ള രാത്രി ഷോട്ടുകൾ കാണുമ്പോൾ പിന്നെ ഈ സിനിമയിൽ വളരെ ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിംഗ് ഉണ്ട്. ഡോക്ടർ സാമുവലും രവി തരകനും തമ്മിൽ സംസാരിക്കുന്നതും ഏറ്റവും അവസാനം രവി തരകൻ പറയുന്ന ഡയലോഗൊക്കെ തമ്മിൽ നമുക്ക് ആ സീനിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള പല അഭിനേതാക്കളെയും നമുക്കിതിൽ കൊച്ചു കൊച്ചു വേഷങ്ങളിൽ കാണാൻ പറ്റുമെന്നുള്ളത്. സുരഭി ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു. മറ്റൊന്ന് ഫറാ ഷിബിലയാണ്. കക്ഷി അമ്മിണിപ്പിള്ളയിലൂടെ നായികയായി വന്ന പിന്നീട് പല പ്രധാനപ്പെട്ട സിനിമകളുടെയും ഭാഗമായിരുന്ന ഫറാ ഷിബില ഇതിനകത്തൊരു റിപ്പോർട്ടറായിട്ടുണ്ട്. അവരുടെ വളരെ യങ്ങറായിട്ടുള്ളൊരു വേർഷനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും രവി തരകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരേൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അയാളുടെ ഓർമ്മകളിൽ രവി തരകനെ ഓർത്തെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോളേജ്, അവിടുത്തെ റാഗിങ്, ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഉഴപ്പി സേ പരീക്ഷ എഴുതി പിന്നെ ബിറ്റ് വെച്ചതിൻ്റെ പേരിൽ ഇടയ്ക്ക് ബാനൊക്കെ കിട്ടി. അങ്ങനെ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടം 5 വർഷം കൊണ്ട് തീർക്കേണ്ട കോഴ്സ് 7 വർഷം വരെയൊക്കെ എത്തിച്ച ടീമാണ്. അതിൽ ഈ കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു യങ്ങർ വേർഷൻ പരിപാടികളൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ സിനിമയിൽ ആ ഒരു കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ പൃഥ്വിരാജിന് ഹ്യൂമർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നതായും ഞാൻ ഓർക്കുന്നു. പക്ഷേ ഈ സിനിമയിലെ പൃഥ്വിരാജിൻ്റെ പ്രകടനം വിലയിരുത്തേണ്ടത് ഈ ഹ്യൂമർ രംഗങ്ങളിലൂടെ അല്ല എന്നെനിക്ക് അത്രമാത്രം ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നില്ല. കോളേജിലെ വിദ്യാഭ്യാസം കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും അവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കോഴ്സിൻ്റെ എക്സാമും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി തുടർന്ന് ജോലി ചെയ്യണമെങ്കിൽ, സർട്ടിഫിക്കറ്റ്സ് വിട്ട് കിട്ടണമെങ്കിൽ കോളേജിൽ അവർ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ബോണ്ടുണ്ട്. ഒന്നെങ്കിൽ 5 ലക്ഷം രൂപ കോളേജിൽ കെട്ടിവെക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമീണ ആശുപത്രിയിൽ 2 വർഷത്തെ സേവനം അനുഷ്ഠിക്കുക. നരേൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ പണം കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അയാൾ ആ പണം കൊടുത്ത് നാട്ടിൽ തന്നെ തുടരുകയാണ്. എന്നാൽ അതേസമയം രവി തരകൻ്റെ അച്ഛൻ പറയുന്നത് കുറച്ച് ലോകപരിചയം ഉണ്ടാവണം, കുറച്ച് ലക്ഷ്യബോധമൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമീണ ഹോസ്പിറ്റലിൽ പോയി 2 വർഷം നീ സേവനം അനുഷ്ഠിച്ചിട്ട് വരൂ എന്നുള്ള ഒരു സ്റ്റാൻഡാണ് പുള്ളി എടുക്കുന്നത്. അങ്ങനെ അയാൾ മൂന്നാറിലേക്ക് പോവുകയാണ്. അവിടെ അയാളെ കാത്തിരിക്കുന്നത് സാമുവൽ ഡോക്ടറാണ് റിഡംഷൻ ഹോസ്പിറ്റലിലെ ആദ്യ ദിവസം അയാൾ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കുറേ ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് രവി തരകനോട് സാമുവൽ പറയുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തതുകൊണ്ട് മുങ്ങുന്ന രവി തരകനെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമുള്ള രവി തരകനും സാമുവലും തമ്മിലുള്ള കോൺവെർസേഷനിൽ സാമുവൽ ഡോക്ടർ കൃത്യമായി പറയുന്നുണ്ട്, നിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും നീ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമാണ്. ആ വിശേഷങ്ങളെല്ലാം കൃത്യമായി സൈനുവിന് കത്തയച്ച് അറിയിക്കുന്നുണ്ട് രവി തരകൻ. ആശുപത്രിയിലെ സേവനം ആരംഭിച്ചതിന് ശേഷം പിന്നീട് അവിടെ വെച്ച് തോമാച്ചൻ എന്ന് പറയുന്ന സലിംകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെയും രവി തരകൻ കണ്ടുമുട്ടുന്നുണ്ട്. പ്രാക്ടിക്കൽ പരീക്ഷയുടെ സമയത്ത് അയാളെ രക്ഷിക്കുന്നത് ഈ തോമാച്ചനാണ്. തോമാച്ചൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു നിത്യ സന്ദർശകനാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കുന്ന ഒരാളാണ്. എന്തായാലും സംസാരത്തിനിടയ്ക്ക് സാമുവൽ ഡോക്ടർ അറിയാതെ രവി തരകനെ രാഹുൽ എന്ന് വിളിക്കുന്നുണ്ട്. അത് രവി തരകൻ ആ സമയത്ത് തിരുത്തുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം രവി തരകൻ മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് തന്നെ രാഹുൽ എന്ന് വിളിക്കുന്നതെന്ന്. അതായത് പുള്ളിയുടെ സ്വന്തം മകനെ കാണുന്ന ആ ഒരു സ്പേസിൽ, ആ ഒരു സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് തന്നെ കാണുന്നതെന്നും തന്നോട് ഇടപെടുന്നതെന്നും രവി തരകൻ മനസ്സിലാക്കുമ്പോൾ കുറച്ച് സമയം കഴിയുന്നുണ്ട്. ഇനിയാണ് ഈ സിനിമയിലെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഷോട്ട്, ഒരു സീൻ വരുന്നത് എന്ന് എനിക്ക് തോന്നി. രവി തരകനോട് ബൈക്ക് ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ച് തൻ്റെ പഴയ ബൈക്കിൻ്റെ പുറകിലിരുന്നിട്ട് സാമുവൽ ഡോക്ടർ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കുളമാണ്, വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. നല്ല തണുപ്പുള്ള മൂന്നാറിലെ കാലാവസ്ഥയിൽ ആ വെള്ളത്തിൽ സാമുവൽ ഡോക്ടർ ഏതോ മറ്റേ ചൂടുവെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നത് പോലെ വളരെ കംഫർട്ടബിളായിട്ട് കുളിക്കുന്നൊരു ഷോട്ടാണ്. അപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജിനെ കാണിക്കുന്നുണ്ട്, രവി തരകനെ കാണിക്കുന്നുണ്ട്. അയാൾ ഒരു പാറപ്പുറത്തിരുന്നിട്ട് വെള്ളത്തിലേക്ക് കാല് വെക്കുമ്പോഴേ ഭയങ്കര തണുപ്പ് കാരണം കാല് പിൻവലിക്കുകയാണ്. ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല എന്നും പറയുന്നുണ്ട്. ആ കാലാവസ്ഥയോട് രവി തരകൻ ഒത്തുചേരുന്നില്ല എന്നുള്ളതും മാത്രമല്ല അയാൾ ഹോം സിക്ക് ആണെന്നുള്ളതും സാമുവൽ ഡോക്ടറോട് പറയുന്നുണ്ട്. നമ്മൾ ആ ഷോട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രവി തരകൻ അവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ആളാണ്. അയാൾക്ക് ആ കാലാവസ്ഥയെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടുത്തെ തണുപ്പിനെ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അയാളുടെ മുമ്പിലുള്ളത് ആഴവും പരപ്പുമുള്ളൊരു കുളമാണ്. അവിടെ നീന്തേണ്ടത് എങ്ങനെയാണ് എന്ന് രവി തരകൻ അറിയില്ല. പക്ഷേ സാമുവലിന് അതറിയാം. സാമുവൽ അവിടുത്തെ ആ കാലാവസ്ഥയെ അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് അതിനോട് വളരെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ആ കുളവും അവിടുത്തെ കാലാവസ്ഥ
മാനസികാവസ്ഥയും ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്നൊന്ന് നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ സാമുവൽ ഡോക്ടർ അതിനകത്ത് അതിൻ്റെ ആഴത്തെ കീഴടക്കാൻ കഴിയുന്ന, അതിന് പഠിച്ചിട്ടുള്ള, തെളിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ ഫ്രെയിമിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതും ഇത് വളരെ വലിയൊരു സ്പേസ് അവിടെ സാമുവൽ ഡോക്ടർ, പക്ഷെ അതിലേക്ക് ഇറങ്ങാൻ മടിച്ച് നിൽക്കുന്ന പൃഥ്വിരാജ് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് സാമുവൽ ഡോക്ടർ സംസാരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് മിസ്സായി പോയിട്ടുണ്ടോ പറയാൻ എന്ന്. സൈനുവിനെ മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ രവി തരകൻ എണീറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ തലയുടെ ബാക്കിൽ നിന്ന് മോളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്. അതായത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ വളരെ ആഴമുള്ള വലിയ പരപ്പുള്ള ഒരു സ്ഥലത്തേക്ക്, ഇറങ്ങാൻ പേടിയുള്ള ഒരു സ്ഥലത്തേക്ക് അയാൾ നോക്കി നിന്ന് പോവാണ്. ആ സമയത്ത് അവിടെ നിന്ന് ഇയാളോട് സംസാരിക്കുന്നത് സാമുവൽ ഡോക്ടറാണ്. അവിടെ ഒരു ജീവിതം, യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ ലിങ്ക് ചെയ്ത് വായിക്കേണ്ടത് സിനിമയുടെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് ഒരു കസേരയിൽ ഇരുന്നിട്ട്, ഒരു വലിയ കസേരയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു പോർഷനാണ്. ആ സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും സൈനുവിൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ് എന്ന് രവി തരകൻ അറിയുന്നുണ്ട്. സൈനുവിനെയും കൊണ്ട് സുഹൃത്ത് ആശുപത്രിയിലേക്ക് വരികയും വരുന്നൊരു ദിവസം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കാം എന്നൊരു ആലോചനയിലേക്ക്, തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അന്നേ ദിവസം രജിസ്റ്റർ മാരേജ് നടന്നില്ലെങ്കിൽ പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പും രവി തരകൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പുതുതായി ചാർജ് എടുക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ സുപ്രിയ. ഈ സുപ്രിയയും രവി തരകനും തമ്മിൽ ഒരു ബന്ധമുള്ളത് പണ്ട് രവി തരകൻ കോപ്പി അടിക്കുന്നത് സുപ്രിയയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പിന്നീട് അധിക കാലത്ത് ഒരു ബാനൊന്നും കിട്ടാത്തത് കൊണ്ട് രവി തരകൻ രക്ഷപ്പെട്ടു പോകുന്നു എന്നവർ പറയുന്നുണ്ട്. അവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രവി തരകനും സുപ്രിയയും സാമുവൽ ഡോക്ടറും സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവിടെ ഒരു മെഡിക്കൽ റെപ്പ് കടന്നു വരുന്നുണ്ട്. ജോജോ എന്ന് പറയുന്ന മെഡിക്കൽ റെപ്പാണത്. ജോജോ അയാളുടെ കല്യാണം വിളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത് ജോജോ ഒരു ആക്സിഡൻറ്റ് പറ്റി അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതാണ്. ഒരു സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോജോയെ വളരെ എളുപ്പത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോഴും വിശ്വാസിയായ അയാളുടെ അമ്മ പറയുന്നത് ഓപ്പറേഷൻ ഒന്നും വേണ്ട, നഴ്സിംഗ് കെയർ മാത്രം കൊടുത്താൽ മതി, ബാക്കി അത്ഭുതം ദൈവം ചെയ്തോളൂ എന്നുള്ളത്. അവിടെ ഈ സാമുവൽ ഡോക്ടറിൻ്റെ ക്യാരക്ടർ, അയാളുടെ വിവരം എന്നൊക്കെ പറയുന്നത് എന്ത് ഗംഭീരമായിട്ടാണ് ആ ഒരു സീനിൽ വരുന്നതെന്നറിയാം. കാരണം വിശ്വാസിയായ അമ്മ പറയുന്നത് ഞങ്ങൾക്ക് നഴ്സിംഗ് കെയർ മാത്രം മതി. അപ്പോൾ ഒരു വട്ടം ചോദിച്ചതിന് ശേഷം സാമുവൽ ഡോക്ടർ പിന്നെ നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ നമ്മളാണെങ്കിലും 1-2 വട്ടമൊക്കെ ചോദിച്ചു എന്ന് വരും. നിങ്ങൾ അങ്ങനെ പറയല്ലേ, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ, വിശ്വാസം വേറെ, നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് വേറെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ആ അമ്മ മകനെയും കൊണ്ട് ആശുപത്രി വിടും. അത് സാമുവൽ ഡോക്ടറിന് നല്ലോണം അറിയാം. സാമുവൽ ഡോക്ടർ ഒരിക്കൽ പോലും ആ അമ്മയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിർബന്ധിക്കുന്നേയില്ല. അതിനുശേഷം ജോജോയ്ക്ക് വേണ്ടുന്ന സർജറി സാമുവൽ ഡോക്ടർ അമ്മ അറിയാതെ ഈ ജൂനിയർ ആയിട്ടുള്ള 2 ഡോക്ടേഴ്സിനോടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് നമുക്കത് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അവർക്ക് 2 പേർക്കും പഠിച്ച രീതി വെച്ചിട്ട് മറ്റേവരുടെ കൺസെൻറ്റ് ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സാമുവൽ ഡോക്ടർ ജോജോയുടെ സർജറി രഹസ്യമായി ചെയ്യുകയും അതിനെ തുടർന്ന് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇത് ഈ 2 ജൂനിയർ ഡോക്ടേഴ്സും മനസ്സിലാക്കുന്നുണ്ട്. കാരണം സിദ്ധാർത്ഥ് ശിവയുടെ ക്യാരക്ടറിനെ ഇവർ ടൗണിൽ വെച്ച് കാണുകയും അയാളുടെ സീനിയർ ഒരു അനസ്തീഷ്യ കൊടുക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ പറയുന്ന സാമുവൽ ഡോക്ടറിനെ കുറിച്ച് ഇവർക്കൊരു ഐഡിയ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നടക്കുന്ന ഒരു രംഗം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സിനിമയുടെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് പറയുന്ന ഡയലോഗുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യം. ശ്രീനാഥ് ബാസി അവതരിപ്പിക്കുന്ന രാഹുൽ എന്ന് പറയുന്ന ക്യാരക്ടർ സാമുവൽ ഡോക്ടറിനെ വന്ന് ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ അയാളോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ എൻ്റെ മകനാണ് എന്ന് പൃഥ്വിരാജിനോട് സാമുവൽ ഡോക്ടർ പറയുന്നതും അവിടെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് സുകുമാരി അമ്മയുടെ ക്യാരക്ടർ ഈ സാമുവൽ ഡോക്ടറിൻ്റെ ഒരു പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് രവി തരകനോടും സുപ്രിയയോടും പറയുന്നുണ്ട്. നഗരത്തിലെ ഒരു ആശുപത്രിയിൽ വലിയ ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ ആ ആശുപത്രി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മനം എടുത്ത് പൂട്ടിക്കിടന്ന ഈ ഹോസ്പിറ്റൽ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ രവി തരകൻ്റെ ക്യാരക്ടറിലും പിന്നീട് സംഭവിക്കുന്നത് അത് തന്നെയാണ്. അയാൾ വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി അത് കഴിഞ്ഞ് ടൗണിലൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയും പക്ഷേ ആ ആശുപത്രി പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥാപനമായി മാറുകയും ചെയ്യുമ്പോൾ മനം എടുത്തിട്ടാണ് സാമുവൽ ഡോക്ടർ മരിച്ചതറിഞ്ഞ് ഇവിടെ എത്തുന്ന രവി തരകൻ ഇനി പോകണ്ടെന്നൊരു തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഇനി പോകുന്നില്ല എന്നൊരു തീരുമാനം ക്ലൈമാക്സിൽ രവി തരകൻ പറയുന്നില്ല. പക്ഷേ അയാൾ പറയുന്നതിൽ അതിലുള്ള അർത്ഥം അതാണ് എന്നുള്ളത് സ്ഥാപിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. സാമുവൽ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അതിൽ വിവാഹം എന്ന കാര്യം ഒഴികെയുള്ള കാര്യങ്ങൾ രവി തരകൻ്റെ ജീവിതത്തിലും ആവർത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രവി തരകൻ്റെ കല്യാണ ദിവസം വന്നെത്തുകയാണ്. ഇതിനിടയിൽ മൂന്നാറിലെ റിഡംഷൻ ഹോസ്പിറ്റലിലേക്ക് ആദ്യ ദിവസം വന്നെത്തുന്ന രവി തരകൻ അവിടുത്തെ പോലീസ് ASI പുരുഷോത്തമനുമായി ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ഒരു ലോറിയെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് ജീപ്പിൽ ചെന്ന് തട്ടുകയും ആ ജീപ്പിനകത്തുണ്ടായിരുന്ന ASI പുരുഷോത്തമനെ ഈഗോ ഒരുപാട് ഹേർട്ടാവുകയും രവി തരകനെ കൊണ്ട് പോലീസ് ജീപ്പ് തള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യം അയാൾ അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും അതിൻ്റെ പേരിൽ പുരുഷോത്തമന് ഒരു സസ്പെൻഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ കഴിഞ്ഞ് പുരുഷോത്തമൻ തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ആശുപത്രിയിലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് പൊക്കോളൂ എന്ന് സാമുവൽ ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് രജിസ്റ്റർ ഓഫീസിലേക്കുള്ള യാത്ര
തരകൻ ആരംഭിക്കുകയാണ്. ആ യാത്ര തുടങ്ങുമ്പോഴുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഈ രവി തരകൻ ഈ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യം സാമുവൽ ഡോക്ടർ അറിയണ്ട എന്നാണ് ആദ്യം പറയുന്നത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി തന്നെയായിരിക്കും ആദ്യം സൈനുവിൻ്റെ വീട്ടുകാരെ വിളിച്ച് പറയുക ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായി കല്യാണമേ നടക്കാത്ത അവസ്ഥയും, അതുകൊണ്ട് സാമുവൽ ഡോക്ടറെ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സാമുവൽ ഡോക്ടർ രവി തരകനെ വിളിച്ചിട്ട് സില്ലി മാൻ വേഗം പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു അച്ഛൻ്റെ വാത്സല്യം ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നീ ഇങ്ങനെ നിന്ന് സമയം കളയണ്ട, നിൻ്റെ ബിഗ് ഡേ ആണ്, നീ പോയിട്ട് വാ, നീ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ആ റൂമൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം, ഇനി വരുമ്പോൾ വേറൊരാളും കൂടി ഉണ്ടാവില്ലേ എന്നൊക്കെ വളരെ സ്നേഹത്തിൽ പറയുകയും ആ സമയത്ത് സാമുവൽ ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് വേണ്ട എന്നൊരു ഉത്തരം രവി തരകൻ കൊടുക്കുന്നത്. ഒരു പക്ഷേ ആയിക്കോട്ടെ എന്നൊരു തീരുമാനം അയാൾ എടുത്തിരുന്നെങ്കിൽ ഈ എൻറ്റയർ സിനിമ മാറിപ്പോകുമായിരുന്നു. രജിസ്റ്റർ ഓഫീസിലേക്ക് ഞാനും കൂടി വരണോ എന്നാണ് സാമുവൽ ഡോക്ടർ ചോദിക്കുന്നത്. കാരണം വഴിമധ്യേ രവി തരകനെ കാത്തിരുന്ന അപകടത്തിനെ വളരെ ഈസിയായി മാറ്റാൻ സാമുവൽ ഡോക്ടറിന് കഴിയുമായിരുന്നു. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പോകുന്ന വഴിക്ക് ഒരു ചെക്കിംഗ് ഉണ്ടാവുകയും അതിന് മേൽനോട്ടം വഹിക്കുന്നത് ASI പുരുഷോത്തമനുമാണ്. തന്നെ സസ്പെൻഷനിലാക്കിയ ഡോക്ടർ ഇത്രയും വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വന്ന് എനിക്ക് അത്യാവശ്യമായി പോകാനുണ്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ഈഗോ അയാളെ രവി തരകനെ കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ആ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് പോകാൻ ഡോക്ടർ രവി തരകൻ നിർബന്ധിതനാവുകയാണ്. ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ വണ്ടി ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ലോറിക്കാരന് കുറച്ച് കാശും കൊടുത്ത് ആ വഴി കയറി പോവുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ വേണമെങ്കിൽ രവി തരകന് സ്വീകരിക്കാമായിരുന്നില്ലേ എന്നുള്ളത്. പക്ഷേ സ്വന്തം വണ്ടിയും കൊണ്ട് പോകുന്ന ആ ഒരു സ്പീഡും കാര്യങ്ങളും ചിലപ്പോൾ അതിന് മുമ്പുള്ള ആ യാത്രയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും അങ്ങനെ മനസ്സുമെടുത്ത് ഇദ്ദേഹം രജിസ്റ്റർ ഓഫീസിലേക്ക് ഈ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴേക്കും സൈനുവിൻ്റെ വീട്ടുകാർ സൈനുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നടക്കാതെ വരികയും സൈനുവിനെ അയാൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് അഴലിൻ്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന ആ ട്രാക്ക് നമ്മൾ കേൾക്കുന്നത്. മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളി കാമുകന്മാരുടെ പ്ലേലിസ്റ്റിലെ ഏറ്റവും ഹിറ്റായി മാറിയ ഒരു ട്രാക്ക് ഉണ്ടാകുന്നത് അവിടെയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ആശുപത്രിയിലേക്ക് ശ്വാസം മുട്ടലുമായി ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടിയുടെ ചികിത്സ നോക്കേണ്ടത് രവി തരകനായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടപ്പോൾ രവി തരകൻ തീരുമാനിച്ചു ഞാൻ ഈ കുഞ്ഞിനെ ചികിത്സിക്കില്ല. അത് ASI പുരുഷോത്തമൻ്റെ മകളായിരുന്നു. ആ സമയത്ത് കലാഭവമണി എന്ന അഭിനേതാവ് അതിഗംഭീരമായി, അദ്ദേഹത്തിന് ഏറ്റവും ഗംഭീരമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വളരെ ഗംഭീരമായി അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇവള് മാത്രമേ ഉള്ളൂ സാറേ, എൻ്റെ മോളാണ്, എന്നോട് പൊറുക്കണം, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് രവി തരകൻ്റെ കാല് പിടിക്കുന്ന മണിച്ചേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ചികിത്സിക്കില്ല എന്ന് രവി തരകൻ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തോമാച്ചനും ഹെഡ് നേഴ്സായിട്ടുള്ള സുകുമാരി അമ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രവും ഒക്കെ കുഞ്ഞിനെ ചികിത്സിക്കണം എന്ന് പറയുമ്പോഴും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. തോമാച്ചനോട് സലിംകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും സാമുവൽ ഡോക്ടറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സാമുവൽ ഡോക്ടർ കുഞ്ഞിൻ്റെ അവസ്ഥ സേഫാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം രവി തരകൻ്റെ കാരണം പൊട്ടിച്ചൊരു അടി കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഞാനിനി ഇവിടെ നിൽക്കില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്ന രവി തരകനെ നാട്ടുകാർ ചേർന്ന് തടയുകയും പോലീസുകാർ അങ്ങോട്ട് വന്നതിന് ശേഷം മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ കേസുണ്ട്, പിറ്റേ ദിവസം ഹാജരാകണം എന്നൊരു നോട്ടീസ് രവി തരകന് കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. രവി തരകന് 100% ഉറപ്പാണ് സാമുവൽ ഡോക്ടർ അവിടെ ചെന്നിട്ട് എന്തായാലും രവിക്ക് വേണ്ടി സംസാരിക്കില്ല. ഇതോടുകൂടി തൻ്റെ കരിയർ തന്നെ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ രവി തരകനെ ഞെട്ടിച്ചുകൊണ്ട് സാമുവൽ ഡോക്ടർ അവിടെ ചെന്നിട്ട് ആ ബോർഡിലുള്ള എല്ലാവരോടും ഇങ്ങനൊരു കേസ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒപ്പുകൊണ്ട് ഇല്ലാതാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ സഞ്ജയ് ബോബി സിനിമകളിൽ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങളൊരു യെസ് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, പക്ഷേ നിങ്ങളൊന്നൊരു യെസ് പറഞ്ഞാൽ നാളെ ഒരുപാട് പേർക്ക് യെസ് പറയാനുള്ളൊരു കരുത്താവും അത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒപ്പുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും രവി തരകൻ അനുകൂലമായി മൊഴി കൊടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രവി തരകൻ ആക്ച്വലി തകർന്നു പോവുകയാണ്. കാരണം അദ്ദേഹത്തിൽ നിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. താൻ എല്ലാം അവസാനിച്ചു എന്ന് കരുതി നടത്തുന്ന അയാൾക്ക് വീണ്ടും ഒരു സ്റ്റാർട്ട് കിട്ടുകയാണ്. അത് അയാളിൽ ഉണ്ടാക്കുന്ന ഈ പ്രണയനൈരാശ്യമൊക്കെ കഴിഞ്ഞ് ഇനി കരിയറും തീർന്നു, താൻ ചെയ്തത് ഒരു തെറ്റാണ് എന്ന ബോധ്യം അയാളുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. പക്ഷേ അതിനെ പുറത്തു വരാൻ അനുവദിക്കാതെ കിടന്നിരുന്ന അയാളുടെ ഈഗോ ഉണ്ട്. ആ ഈഗോനെ സാമുവൽ ഡോക്ടർ ഒരു ചുറ്റിയൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ് അവിടുന്ന് അയാൾക്ക് അനുകൂലമായി ഒരു നുണ പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ ചെയ്തത്. അങ്ങനെ വേദനിക്കുന്ന വിറക്കുന്ന ഹൃദയവുമായിട്ട് രവി തരകൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അയാളുടെ അച്ഛൻ 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് മതി ഇവിടുത്തെ ഈ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചു തുടങ്ങാണ് അച്ഛ എന്നുള്ള രീതിയിൽ രവി തരകൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആശുപത്രിയിൽ ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ രവി തരകനോട് സാമുവൽ ഡോക്ടർ പറയുന്ന അതിഗംഭീരമായൊരു ഡയലോഗുണ്ട്. നിന്നെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷയാണ് ആ നുണ, എൻ്റെ ആദ്യത്തെ നുണ എന്നുള്ളത്. സാമുവൽ ഡോക്ടർ കള്ളത്തരം കാണിക്കാത്ത ആളാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓപ്പറേഷൻ വേണ്ടാന്ന് പറയുന്ന ആൾക്കാരെ വരെ അവരറിയാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതൊരു നന്മയുണ്ടാകും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇയാൾ വേറെ കള്ളങ്ങളൊന്നും പറയുന്ന അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ്.
പക്ഷേ എന്നിട്ടും അയാളൊരു നുണ പറയുന്നത് അവനിൽ ഇനിയും പ്രതീക്ഷ ബാക്കിയുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഗൗരി എന്ന പെൺകുട്ടിയോട് സ്കൂളിൽ ചെന്ന് മാപ്പ് പറയുന്ന രവി തരകനെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ മാരകമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറിനെ ഇങ്ങനെ പിഴിഞ്ഞ് ചാറെടുക്കുന്നത് പോലെ അയാളുടെ പെർഫോമൻസിനെ പുറത്തെടുത്തതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ വട്ടം ആ രംഗം ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ കാലിൽ കൈവച്ച് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവില്ല, പക്ഷേ ഉള്ളിലുള്ള ആ പാപഭാരം അത് മാറ്റിവെക്കുക, ഒരു കുറ്റബോധം ഉള്ളിലുണ്ടാവുക, അതൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് രമ്യ നമ്പീശൻ അവതരിപ്പിക്കുന്ന സുപ്രിയ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നിലവിലുള്ള രൂപമാണ്. ഇത്രയും കൂടി പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള നരേൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്, റിമ കല്ലിങ്കൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒക്കെ ഉറപ്പുണ്ട് ഇയാൾ ഇനി അവിടെ കാണുമെന്നുള്ളത്. അതാണ് പിന്നീട് നമ്മൾ ക്ലൈമാക്സിൽ കാണുന്നത്. എന്തായാലും ഈ റിമ കല്ലിങ്കലിൻ്റെ പോർഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ചെയർമാൻ്റെ PA ആണ്. ആ ഹോസ്പിറ്റലിൽ കാലാവധി കഴിഞ്ഞ മരുന്നും എക്യുപ്മെൻസും ഒക്കെ ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനെ അവരൊന്ന് സംശയത്തോടെ നോക്കി തുടങ്ങിയപ്പോഴേ അവരുടെ അക്കൗണ്ടിലേക്ക് കൈക്കൂലി ഒഴുകി വരാൻ തുടങ്ങി. 50,000 രൂപ വെച്ചൊക്കെ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ അവരതിൽ വീണ് പോയിട്ടുണ്ടാവും. 2012 നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. ആ ആശുപത്രിയിൽ പുതുതായി ജോയിൻ ചെയ്ത ഡോക്ടർ, ആ സമയത്ത് രവി തരകൻ 3 മാസമേ ആയിട്ടുള്ളൂ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തൊക്കെ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. 3 മാസമായപ്പോഴേക്കും അയാൾ ഓൾറെഡി ചെയർമാൻ അടക്കം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവിടെ വരുന്ന എക്യുപ്മെൻസും അതുപോലെ മരുന്നും ഒക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെന്ന്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റിമ കല്ലിങ്കലിൻ്റെ ക്യാരക്ടർ അതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടാവുന്നില്ല എന്നൊക്കെ വാദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടാവുന്നില്ല എന്നുള്ള കാര്യം റിമ കല്ലിങ്കൽ പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് രവി തരകൻ അവരെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ വീട്ടിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയതായതുകൊണ്ട് അതുമൂലമുണ്ടായ ഒരു ബ്ലഡ് കോട്ട് കാരണം ആ വീട്ടിലെ കുട്ടിയുടെ കാല് മുറിച്ച് കളയേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാണിക്കുമ്പോഴേക്കും റിമ കല്ലിങ്കലിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ബ്രേക്കായി പോകുന്നതും അതിനുശേഷം കാറിൽ പോയിരുന്ന് കരയുകയും മാപ്പ് പറയുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് തിരക്കഥയിൽ ഇവരിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിമ കല്ലിങ്കൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടി അറിയാതെ കുറച്ച് തെറ്റൊക്കെ ചെയ്തു പോയി. ഇനി എന്തായാലും അവർ കണ്ണടക്കില്ല, കാരണം അതൊരാളുടെ ജീവിതത്തിൽ എത്രമാത്രം മോശമായി ബാധിക്കും എന്നുള്ള കാര്യം റിമ കല്ലിങ്കൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയെല്ലാം നന്നായി നടക്കും എന്ന് പറയുന്നൊരു രീതിയിലാണ് ഈ സിനിമ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചേർത്ത് വായിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർ ജോയിൻ ചെയ്തിട്ട് 3 മാസം മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. ആ ആശുപത്രിയിൽ തന്നെയാണ് ഈ കുട്ടിയുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർജറി നടന്നിട്ടുള്ളത്. ബാലഗോപാൽ ഡോക്ടർ, എന്തൊരു ഡോക്ടറാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഓപ്പറേഷന് ശേഷമാണ് ഈ കുട്ടിയുടെ കാല് മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ കാല് ഉണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 5-6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയുന്നത് കേസിനൊന്നും പോകണ്ട എന്ന് രവി ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയില്ല എന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ നമ്മുടെ സാമുവൽ ഡോക്ടർ ഈ രവി തരകന് വേണ്ടി ഒരു നുണ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. ബാലഗോപാൽ എന്ന് പറയുന്ന ആ ഡോക്ടറിൻ്റെ കരിയർ അവസാനിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു കേസിന് പോകരുത് എന്ന് രവി തരകൻ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കേസിന് പോകാതിരിക്കുന്നത് വഴി ആ കുട്ടിക്ക് കിട്ടുമായിരുന്ന അർഹതപ്പെട്ട ഭീമമായ ഒരു നഷ്ടപരിഹാര തുക, അവൻ്റെ ഭാവിയെ സെക്യൂർ ആക്കാൻ വേണ്ടുന്ന ഒരു തുകയും അതുപോലെ അവന് കിട്ടേണ്ട നീതി, തുകയൊക്കെ വിട്ടേക്കും, അവന് കിട്ടേണ്ട ഒരു നീതി അതില്ലാണ്ടാക്കുകയല്ലേ അവർ ചെയ്തത്. എന്നിട്ട് ആ വീട്ടിലെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, രവി ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസിന് പോയില്ല, എന്നിട്ട് കുട്ടിയുടെ കാല് പോയില്ലേ, അതിപ്പോൾ സാരമില്ലെന്ന് രവി ഡോക്ടർ പറഞ്ഞില്ലേ കേസിന് പോകണ്ടെന്ന് എന്നുള്ള രീതിയിലാണോ അതിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ആ സമയമാകുമ്പോഴേക്കും റിമ കല്ലിങ്കൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ആശുപത്രിയിൽ 1 വർഷമായി എന്നാണ് പറയുന്നത്. സോ ഈ കുട്ടിയുടെ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ രവി തരകൻ ആ പരിസര പ്രദേശത്ത് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് അയാൾ ഈ കേസിൽ ഇടപെടുന്നത്? 2, 1 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ചെയർമാൻ്റെ PA എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക്, അതേ ആശുപത്രിയിലേക്ക് തന്നെയല്ലേ ആ അമ്മയും കുട്ടിയും ചികിത്സയ്ക്ക് ചെന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, അയ്യോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്, ഇത് നമ്മൾ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ചെയർമാൻ അടക്കം എത്ര ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി ചെയർമാൻ്റെ PA കൂടിയായിട്ടുള്ള റിമ കല്ലിങ്കലിൻ്റെ ക്യാരക്ടർ ഇതൊന്നും അറിയാതിരിക്കും. ഇനി സാമുവൽ ഡോക്ടറിൻ്റെ കൂടെ കൂടിയതിന് ശേഷം രോഗികൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ ജീവൻ, അതിൻ്റെ പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രവി ഡോക്ടറാണ് നമ്മൾ ഈ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കഥാപാത്രമെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞിൻ്റെ കാര്യം ഉണ്ടാകുമ്പോൾ ആ ആശുപത്രിയിലെ ബോർഡ് മീറ്റിങ്ങിൽ അയാൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കില്ലേ? ആ ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സ് തമ്മിലൊരു ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ ഇയാളെ നമുക്ക് ഇപ്പം തന്നെ പുറത്താക്കിയേ പറ്റൂ എന്ന പറച്ചിലിന് മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് കെടുത്തുന്ന, നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ അപകീർത്തി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് പണ്ട് രവി തരകൻ നമ്മളെ രക്ഷിച്ചതല്ലേ എന്ന് പറയുന്ന ഒരു മിനിമം ചിന്ത അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ? അതായത് രവി തരകൻ വിളിച്ചുകൊണ്ട് പോയിട്ട് വേണോ ചെയർമാൻ്റെ BAക്ക് ഇങ്ങനൊരു കുട്ടിയുടെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ? ഇനി ആ സംഭവത്തോടു കൂടി ഇവർ
കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കാൻ തുടങ്ങി. അതായത് റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടർ ഇനി പഴയ എക്യുപ്മെൻസും കാര്യങ്ങളും അങ്ങോട്ട് വരുന്നത് തടയുന്നു എന്ന് വിചാരിക്കും. ഒരു ആശുപത്രിയിൽ പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ ആളുകളുള്ള ഒരു വലിയ ആശുപത്രിയാണ് നമ്മൾ കാണുന്നത്. ഒരു സർക്കാർ ആശുപത്രി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരു വലിയ ആശുപത്രിയിലേക്ക് ഡേറ്റ് കഴിഞ്ഞ എക്യുപ്മെൻസും മരുന്നും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നത് 1-2 ആളുകൾക്ക് കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പായും ഇതിൻ്റെയൊക്കെ അന്തിമ ലാഭ വിഹിതം പറ്റുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ബോർഡ് മെമ്പേഴ്സിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാല് പൃഥ്വിരാജ് കാണിച്ചു കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടർ വിചാരിച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. 2 കണ്ടീഷൻ എടുക്കാം. ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കൂ. ഇന്ന് അതായത് ഈ ബോർഡ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായി രവി തരകനെ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടറിനെ അല്ല പുറത്താക്കുക. ഇതൊക്കെ ശരിയായി നടക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന റിമ കല്ലിങ്ങലിനെ ആദ്യം പുറത്താക്കും. ഇനി അവരങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ പഴയ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ആളുകളുടെ ദേഹത്ത് വെച്ച് പിടിപ്പിക്കുന്ന ആശുപത്രിയിലാണോ ഡോക്ടർ രവി തരകൻ പിന്നീടുള്ള 1-2 വർഷം അവിടെ ജോലി ചെയ്തിട്ടുള്ളത്? കാരണം രവി തരകൻ എത്രയോ വർഷം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു പേരിനെ കുറിച്ചൊക്കെ റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടർ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു രംഗത്തിന് ഇത്രയും വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ രവി തരകൻ എന്തുകൊണ്ട് ഇനി റിഡംഷൻ ഹോസ്പിറ്റലിൽ തുടരാം എന്നൊരു തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ച മണിക്കൂർ കണക്കിന് നീണ്ടുപോയി. ഒരുപാട് സമയം നീണ്ടുപോയി. ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോയി. അതിനൊക്കെ കാരണമായത് ഈ ഒരൊറ്റ രംഗമാണ്. രവി തരകൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അയാളുടെ സാമുവൽ ഡോക്ടറിനോടൊപ്പം ചേർന്ന് അയാളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ, അയാളുടെ മോറൽ ചിന്തകളെ ഒക്കെ ചോദ്യം ചെയ്യുന്നൊരു സീനായിട്ട് ആ ഒരൊറ്റ സീൻ മാറുന്നുണ്ട്. ഡോക്ടർ ഭയങ്കര സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന സീനാണ്. പക്ഷേ ആ സീനിലെ ഫോൾട്ട് സിനിമ ഇന്ന് കാണുമ്പോൾ മൊത്തം ക്യാരക്ടറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. എന്തായാലും രവി തരകനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് രവി തരകന് വേണ്ടി ശബ്ദമുയർത്തി സംസാരിച്ചതിൻ്റെ പേരിൽ റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടറിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് റിസപ്ഷനിലേക്ക് ചെന്ന് നിൽക്കുന്ന റിമ കല്ലിങ്ങൽ കാണുന്നത് സുഹൃത്തിൻ്റെ വിവരം അന്വേഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നരേൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനാണ്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റിലെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നരേൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അതുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭാര്യയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഇന്ന് തമിഴ്നാട്ടിലടക്കം ഗംഭീര അഭിനയ പ്രതിഭയാണ് എന്ന് പേര് നേടിക്കൊണ്ടിരിക്കുന്ന സ്വാസികയാണ്. സ്വാസികയുടെ ഒരു യങ്ങർ വേർഷൻ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. അങ്ങനെ റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടറിൻ്റെ, നരേൻ്റെ ക്യാരക്ടറിൻ്റെ, പിന്നെ രമ്യ നമ്പീശൻ്റെ ക്യാരക്ടറിൻ്റെ ഒക്കെ കാഴ്ചപ്പാടിലൂടെയാണ് രവി തരകൻ്റെ പാസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. എന്തായാലും ഡോക്ടർ സുപ്രിയ, രമ്യ നമ്പീശൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, ഡോക്ടർ സുപ്രിയ പറഞ്ഞ ആ ഒരു കഥയും കൂടി കേട്ട് കഴിയുമ്പോൾ റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടറിന് അറിയാം ഡോക്ടർ രവി തരകൻ ഇപ്പോൾ എവിടെ ഉണ്ടാവും എന്നുള്ളത്. അയാൾ റിഡംഷൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. സാമുവൽ ഡോക്ടർ അവിടെ മരിച്ചു എന്നറിഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ വെച്ച് അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കേസും പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാകുമ്പോഴേക്കും റിമ കല്ലിങ്ങൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം നേരത്തെ നമ്മൾ പറഞ്ഞ സുരഭി ലക്ഷ്മിയെ, മരിച്ചുപോയ കുഞ്ഞിൻ്റെ അമ്മയെ കൊണ്ട് ന്യൂസ് ചാനലിലും പോലീസുകാരുടെ ഒക്കെ അടുത്ത് പോകുന്നുണ്ട്. അവിടെയൊക്കെ അവർ സത്യം തുറന്നു പറയുകയും രവി തരകൻ സ്വതന്ത്രനാവുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാണുന്ന രംഗം വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രംഗമാണ്. റിഡംഷൻ ഹോസ്പിറ്റലിൻ്റെ പുറത്തായിട്ട് ഒരു നീളമുള്ള കസേര ഇട്ടിട്ടുണ്ട്. ആ കസേരയുടെ ഒരറ്റത്തിരിക്കുന്ന ഡോക്ടർ രവി തരകനെ നമ്മൾ കാണുന്നുണ്ട്. ഗംഭീര മൂവ്മെൻ്റ് കേട്ടോ. ക്യാമറ മൂവ്മെൻറ്റ് ഇങ്ങനെ വന്ന് ബാക്കിലേക്ക് വന്നത് വരുമ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഫീലുണ്ട്. ആ സമയത്ത് രവി തരകൻ പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്. ആദ്യമായി ഇവിടുത്തെ കാറ്റിൻ്റെ സുഖവും മഞ്ഞിൻ്റെ കുളിർമയും എന്നെ അറിയുന്നു എന്നാണ്. എനിക്കറിയാൻ പറ്റുന്നു എന്നല്ല, എന്നെ അറിയുന്നു എന്നുള്ളതാണ്. ആ ഡയലോഗിൻ്റെ ഒരു ബ്യൂട്ടി എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സാമുവൽ ഡോക്ടർ പ്രതാപ് പോത്തൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടുത്തെ ഒരു കുളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അത്രയും തണുത്ത വെള്ളത്തിൽ ആ മഞ്ഞുള്ള കാലാവസ്ഥയിൽ അയാൾ ഇറങ്ങി നിൽക്കുകയാണ്. അയാൾ ആ കാലാവസ്ഥയും ആ കാലാവസ്ഥ അയാളെയും അറിയുന്നുണ്ട്. അവരൊരു ഈക്വൽ മൂഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രവി തരകനും ആ ഒരു വൈബിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തുകയാണ്. ഈ കാറ്റും മഞ്ഞും ഒക്കെ എന്നോട് സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്, ഫ്രം റിഡംഷൻ ഹോസ്പിറ്റൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റിഡംഷൻ ഹോസ്പിറ്റലിൽ ഇനി ഞാൻ തങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നൊരു ഡയലോഗ് പുള്ളി പറയുന്നില്ല. പക്ഷേ അയാൾ അവിടെ തങ്ങാനാണ്, അവിടെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് അയാളുടെ ഈ ഡയലോഗിൽ നിന്ന്, സാമുവൽ ഡോക്ടറിൻ്റെ പാസ്റ്റ് പറഞ്ഞ ആ കഥയുമായുള്ള സിമിലാരിറ്റിയിൽ നിന്ന്, കാരണം അയാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിനുശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നല്ല സാലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ ഒരു കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കച്ചവടത്തിൽ മനം നൊന്ത് സാമുവൽ ഡോക്ടർ റിഡംഷൻ ഹോസ്പിറ്റലിൽ എത്തിയതുപോലെ രവി തരകനും റിഡംഷൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയാണ് രവി തരകൻ്റെ ഒരു സെക്കൻഡ് ലൈഫ്
ആരംഭിക്കാൻ പോകുന്നത്, അത് അയാൾ അവിടെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു സീൻ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, രവി തരകൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അയാൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത അയാളുടെ എക്സ്പെർട്ടൈസിൻ്റെ, അയാളുടെ അറിവിൻ്റെ അതിൻ്റെയൊക്കെ ഒരു നഷ്ടപ്പെടുത്തലല്ലേ എന്നുള്ളതാണ്. കാരണം ഇയാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് വരെ ചെയ്യാൻ വേണ്ടി വിദേശത്തൊക്കെ പോയി പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അത്തരം സർജറികളും മറ്റും നമുക്ക് നടത്തണമെങ്കിൽ മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും ആവശ്യമാണ്. അത്തരം എക്യുപ്മെൻറ്റ്സ് ഒക്കെയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ 4-5 സർജറി പോട്ടെ 2-3 സർജറി ദിവസം നടക്കുന്ന അതിലൂടെ 2-3 ആളുകളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രവി തരകൻ. അയാൾ അവിടുന്ന് ആ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കെയർ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ആശുപത്രിയിലേക്ക് ഒതുങ്ങാൻ തീരുമാനിക്കുകയാണ്. ചിലപ്പോൾ തൻ്റെ മുന്നിൽ വരുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ അയാൾ ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിനുള്ള എക്യുപ്മെൻറ്റ്സോ സൗകര്യങ്ങളോ ആ ആശുപത്രിയിലില്ല. സ്വാഭാവികമായും രവി തരകൻ്റെ കയ്യിൽ അറിവുണ്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. എന്നാൽ അതേസമയം ഈ സൗകര്യങ്ങളൊക്കെ മൂന്നാറിലെ റിഡംഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നൂടെ എന്നൊരു ചോദ്യം വരുമ്പോൾ അതൊരു ചെറിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് തന്നെയുള്ള വളരെ കുറച്ച് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. ഒരുപാട് ദൂരെ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് വരാം എന്നൊരു തീരുമാനം പല ആളുകളും എടുക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത്രയും മോസ്റ്റ് മോഡേൺ സൗകര്യങ്ങൾ കൊണ്ടുവച്ചിട്ട് അത് ആർക്കും ഉപകാരപ്പെടാനാണ്? അങ്ങനെ ആകെ മൊത്തത്തിൽ രവി തരകൻ ഇതുവരെ ഉണ്ടാക്കിയ അറിവും അയാളുടെ എക്സ്പീരിയൻസിനെയൊക്കെ വേസ്റ്റാക്കി കളയല്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഈ ഹോസ്പിറ്റലിൽ അയാൾ തുടരാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ ഒരു മാറ്റവും റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടറിന് ബോധോദയം ഉണ്ടായെങ്കിലും അവിടെ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നും മനുഷ്യരെ അവർ പുല്ലുവിലയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നൊരു കാര്യമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ മനമെടുത്ത് അല്ലെങ്കിൽ ഇനിയുള്ള ഈ ഒരു 2ാം ജന്മം അല്ലെങ്കിൽ 2ാമത്തെ ചാൻസ് ഇനി റിഡംഷൻ ഹോസ്പിറ്റലിൽ മതി, രവി തരകനെ പോലെ ഇനിയും ഒരുപാട് പുതിയ ഡോക്ടർമാർ ഇവിടെ വരാനുണ്ട്, അവർക്കൊക്കെ ഒരു വഴികാട്ടിയോ വെളിച്ചമോ ഒക്കെ ആയി സാമുവൽ ഡോക്ടറിനെ പോലെ ഞാനിവിടെ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് രവി തരകൻ എത്തുന്നതായിരിക്കാം. എന്തായാലും ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ എനിക്ക് വിയോജിപ്പ് തോന്നിയ, സ്ക്രിപ്റ്റിൽ ഒരാവശ്യവുമില്ലാതെ കുത്തിക്കയറ്റിയ ഒരു രംഗം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വിമർശനാത്മകമായി പല കാര്യങ്ങളെയും സമീപിക്കുമ്പോഴും അതിഗംഭീരമായ പ്രകടനങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പ്രതാപ് പോത്തൻ കൊതിപ്പിക്കുകയായിരുന്നു സാമുവൽ ഡോക്ടറായിട്ട്. സാമുവൽ ഡോക്ടറിനെ പോലെ കുറേ ആളുകൾ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ കാണും. അവർ നമ്മുടെ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ മാനേജർമാരായിരിക്കാം. വളരെ കർക്കശമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന, അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാത്തതിൻ്റെ പേരിൽ ഇടയ്ക്കൊക്കെ നമ്മൾ വഴക്ക് കേൾക്കുകയൊക്കെ ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ ചെയ്യുന്നതൊക്കെ ഭാവിയിൽ ഒരുപാട് ഗുണകരമായ രീതിയിൽ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. ആ ക്യാരക്ടറിൻ്റെ ആ ഒരു മീറ്റർ എത്ര രസമായിട്ടാണ് പ്രതാപ് പോത്തൻ ഡെലിവർ ചെയ്തിട്ടുള്ളത്. സുകുമാരി അമ്മ വളരെ ചെറിയൊരു ക്യാരക്ടറാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതായത് ഒരു യങ് ഡോക്ടർ വന്ന് നിൽക്കുകയാണ്, ആ ഡോക്ടർ വെളിവേട് വിളിച്ച് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് മാറിയുന്നേ, പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് അവിടെ ഉണ്ട്. പക്ഷേ ഈ ഡോക്ടറെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് സുകുമാരി അമ്മ, സലിം കുമാർ വളരെ ലൈറ്റായിട്ടുള്ള കോമഡിയാണ്, ഭയങ്കര രസമായിട്ടാണ് അത് പോകുന്നത്. പിന്നെ നമ്മൾ സുരഭി ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു, സമൃദ്ധ വളരെ ഒതുക്കത്തിൽ നല്ല നീറ്റായിട്ട് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ്, ഞാൻ പറയുന്നത് പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഏറ്റവും ഗംഭീരമായി അയാൾ പെർഫോം ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നായിട്ടാണ് അയാളും ഞാനും തമ്മിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സിനിമ ചെയ്യുമ്പോഴുള്ള പ്രായവും ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തതിൽ ഉള്ള ഒരു കൈയടക്കവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലാൽ ജോസിൻ്റെ സംവിധാന മികവ്, പാട്ടുകൾ, എനിക്കിപ്പോഴും ഈ സിനിമ എന്ന് പറയുന്നത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ചുറ്റും തണുപ്പുള്ളത് പോലെ ഒന്ന്, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ ഈ സിനിമ കാണുമ്പോൾ ആ ഒരു തണുപ്പും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ആ കാലാവസ്ഥയിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ അത്രയും ഗംഭീരമായിട്ട് അത് വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പാട്ടും കൂടി വരുമ്പോൾ തുള്ളിമഞ്ഞിനുള്ളിൽ എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ ഒരു തുടക്കത്തിലെ ടിങ് ടിഡിങ് ടിങ് ടിഡിങ് ടിങ് 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 ഒരു സാധനമുണ്ട്. ഞാൻ ഈ പാടിയതുപോലെയല്ല, നല്ല വൃത്തിയായിട്ട് അത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. വെറുതെ ഹെഡ്ഫോൺ വെച്ചിട്ട് കണ്ടച്ചിരുന്ന് അതൊന്ന് കേട്ട് നോക്കൂ. അത് നമ്മുടെ മനസ്സിന് കൊണ്ടുതരുന്ന ഒരു സമാധാനമുണ്ട്. നമ്മളിങ്ങനെ സെറ്റിലാവും, കാമാവും എന്ന് പറയുന്ന അത്രയും ഗംഭീരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, ഈ പറയുന്ന എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ നിൽക്കുമ്പോഴും നല്ല ഫീൽ തന്നൊരു സിനിമ. അങ്ങനെയാണ് അയാളും ഞാനും തമ്മിൽ ഞാൻ റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോഴും ആ സിനിമയെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ഇനി പറയൂ, അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ നിങ്ങൾ എത്ര വട്ടം കണ്ടു? അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്? ഏറ്റവും മികച്ച പ്രകടനം ആരുടേതാണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇനി ഒരു വട്ടം കൂടി അയാളും ഞാനും തമ്മിൽ കാണുന്നുണ്ടോ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.